നമസ്കാരം. ഫണ്ട് എഡിറ്റേഴ്സിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ പ്രൊഫസർ മാത്യു. ഇന്ന് നമ്മൾ ഒരു 5ാമത്തെ എപ്പിസോഡാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഫ്രോഡ്സിൻ്റെ. ഇതിനു മുമ്പ് നമ്മൾ വളരെയധികം പലതരത്തിലുള്ള ഫ്രോഡ് സിനാരിയോസൊക്കെ നമ്മൾ പറഞ്ഞു. അതൊക്കെ മനസ്സിൽ വെക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ പലപ്പോഴും പലയിടത്തും കണ്ടിട്ടുള്ളതും പല യൂട്യൂബിൻ്റെ അകത്തോ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തോ കുറേ ആഡുകളൊക്കെ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫ്രീ സ്റ്റോക്ക് ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ലൈവ് ട്രെയിനിങ് ഒക്കെ പലതും നടക്കാറുണ്ട്. സൂമോ വെബെക്സിൻ്റെ അകത്തോ ഒക്കെ ആയിട്ട് കുറേ നടക്കും. അതിനകത്തൊക്കെ നല്ല പാർട്ടിസിപ്പേഷനാണ്. അതിനകത്ത് മിക്കവാറും വന്നിരിക്കുന്നവർ വളരെ ബിഗിനേഴ്സ് ആയിരിക്കാം. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്ത് അവർക്ക് മറ്റു പലർക്കും ഉണ്ടാകിയ പണം വെച്ചിട്ടോ അല്ലെങ്കിൽ ഇവരുടെ തന്നെ അഡ്വർടൈസിങ് ക്യാമ്പയിൻ്റെ അകത്തുനിന്ന് 1000 രൂപ ഇട്ടാൽ 10,000 ആക്കാം എന്നുള്ള ഇതെല്ലാം കണ്ടിട്ട് വന്നവരാകാം. അപ്പോൾ ഇവർക്ക് ഫ്രീ ട്രെയിനിങ് കൊടുക്കും, ഹാൻഡ് ഹോൾഡിംഗ് സെഷൻസ്, കൂടെ ട്രേഡ് ചെയ്യാനുള്ള ഹാൻഡ് ഹോൾഡിംഗ് സെഷൻസ് കൊടുക്കും. അതിന് ലൈഫ് ടൈം ടിപ്സും നൽകും. സ്റ്റോക്ക് ടിപ്സ് വാങ്ങിക്കാനുള്ള ടിപ്സും നൽകും. എങ്കിൽ പോലും ഇവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയായിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പലർക്കും ഓപ്ഷൻസിലുള്ള ട്രേഡിങ് പലർക്കും വളരെ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ബിഗിനേഴ്സിന്. മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾ ഉദാഹരണമായിട്ട് ഇപ്പം നിങ്ങൾ ഫ്യൂച്ചേഴ്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കാലെടുത്ത് കുത്തണമെങ്കിൽ തന്നെ ഏറ്റവും മിനിമം 1 ലോട്ട് വാങ്ങിക്കണമെങ്കിൽ തന്നെ 2-2.5 ലക്ഷം രൂപ ഏറ്റവും മിനിമം മുടക്കണം. അതേപോലെ തന്നെ നിങ്ങളെ സ്റ്റോക്ക് വാങ്ങിക്കണമെങ്കിൽ തന്നെ നല്ല സ്റ്റോക്കുകളൊക്കെ വാങ്ങിച്ച് നിങ്ങൾ സ്വിംഗ് ട്രേഡിംഗ് ഒക്കെ പോലെ ചെയ്ത് വല്ലതുമൊക്കെ മോശമില്ലാത്ത എന്തെങ്കിലുമൊക്കെ തടയണമെങ്കിലും ഈ പറഞ്ഞ പോലെ കയ്യിൽ കുറച്ചൊരു ക്യാപിറ്റൽ വേണം. കാരണം നല്ല സ്റ്റോക്കുകളൊക്കെ 1000 രൂപയുടെയൊക്കെ മുകളിലാണുള്ളത്. പക്ഷേ നിങ്ങൾ ഓപ്ഷൻസ് ആണെങ്കിൽ 10 രൂപയും 15 രൂപയൊക്കെ ഓപ്ഷനുള്ളൂ. നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റിയോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ആരോടും ചോദിക്കാണ്ട് ഈ പറഞ്ഞ പോലെ 1000 രൂപയോ 10,000 രൂപയോ അതിൻ്റെയൊക്കെ താഴെയൊക്കെ ഉണ്ടെങ്കിൽ ഓരോ ലോട്ടുകളൊക്കെ എടുക്കാം. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എല്ലാവർക്കും ആകർഷണീയമായിട്ടുള്ളത് ഓപ്ഷൻസിൻ്റെ അകത്ത് ട്രേഡ് ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ളവർ, അതായത് നിങ്ങളെ ട്രേഡിംഗ് പഠിപ്പിക്കാം, ഹാൻഡ് ഹോൾഡിംഗ് നടത്താം എന്നൊക്കെ പറയുന്നവർ, അവരും ഇങ്ങനെയുള്ളവരെയാണ് പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ഫ്രീ ആയിട്ട് ട്രെയിനിങ് കൊടുക്കുന്നു, ഹാൻഡ് ഹോൾഡിംഗ് സെഷൻസ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ എവിടെയാണ് ഈ ചതിയുടെ അല്ലെങ്കിൽ കെണി ഇരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവർ ട്രെയിനിങ് കൊടുക്കും. ട്രെയിനിങ് എന്ന് പറയുമ്പം ചിലപ്പോൾ 1 മണിക്കൂറോ 1 മണിക്കൂറുള്ള 2 ദിവസം 1 മണിക്കൂർ കൊടുക്കും. അതിനുശേഷം ഇവർ മിക്കവാറും പറയും നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. കാരണം ഈ പറഞ്ഞവർ ട്രെയിനിങ് കൊടുക്കുന്നവർ ഡിമാറ്റ് അക്കൗണ്ട് ഈ ഒരു പ്രത്യേക ബ്രോക്കറേജ് കമ്പനിയുടെ റഫറൽ പാർട്ട്ണർ ആകാം. അപ്പോൾ റഫറൽ പാർട്ട്ണർ ആകുന്നത് കൊണ്ട് തന്നെ ബ്രോക്കറേജിൻ്റെ ഒരു നിശ്ചയ ശതമാനം 50% മുതൽ 75% വരെ ഇവർ ട്രേഡ് ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കും. അപ്പോൾ അങ്ങനെ കൂടുതൽ പേര് വരുന്നു, ട്രേഡ് ചെയ്യുന്നു, അതിൻ്റെ റഫറൽ പാർട്ട്ണർ അവർക്ക് ലഭിക്കുന്നു. അത് ഒരു വരുമാനം. രണ്ടാമത്തെ വരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടിപ്സിൽ കൂടിയാണ്. ടിപ്സ് ഫ്രീ ആണെന്ന് പറയുന്നു. ഒരു ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ അകത്ത് എല്ലാവരെയും കൂടി ഒന്നിച്ച് ആഡ് ചെയ്യുന്നു. അവിടെ 1000-കണക്കിന് പേരുണ്ടാകാം, 10,000-കണക്കിന് പേരുണ്ടാകാം, ചിലപ്പോൾ ലക്ഷക്കണക്കിന് പേരുണ്ടാകാം. അപ്പോൾ അതിൻ്റെ അകത്തിരിക്കുന്നു ഫ്രീ ടിപ്സ് ചറവറ അതിൻ്റെ അകത്തിടുന്നു. ഇതുകൊണ്ട് എന്താണ് ലാഭമെന്ന് നിങ്ങൾ കരുതും? ഇതൊക്കെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇതേപോലത്തെ പരിപാടികളൊക്കെ നടക്കുമ്പോൾ നമ്മൾ കണ്ടിരുന്ന കാര്യം ഒരു പമ്പ് ആൻഡ് ഡംപ് സ്കീം പോലെയാണ്. കാരണം ഒരു 1 ലക്ഷം പേരൊക്കെ ഉള്ള ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ അകത്ത് അല്ലെങ്കിൽ 25,000 പേരുള്ള ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ അകത്ത് വലിയ ഒരു വോള്യൂം ട്രേഡൊന്നും നടക്കാത്ത ഒരു പെനി സ്റ്റോക്കിൻ്റെ ഒരു ബൈ റെക്കമെൻഡേഷൻ ഇട്ടാൽ അത് ആ ദിവസം അപ്പർ സർക്യൂട്ടിൻ്റെ അകത്ത് ആകുമെന്നുള്ള കാര്യത്തിൻ്റെ അകത്ത് ഒരു സംശയവുമില്ല. അവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇദ്ദേഹം കൊണ്ടുപോയിട്ട് പെനി സ്റ്റോക്കിൻ്റെ ഈ ഒരു റെക്കമെൻഡേഷൻ ഇടുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ട്രെയിനിങ് നടക്കുന്ന പുള്ളി അതിൻ്റെ കുറച്ച് ലക്ഷക്കണക്കിന് ഷെയർസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാകാം. അതിനുശേഷമാണ് ഈ ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് കൊണ്ടുപോയി ബൈ റെക്കമെൻഡേഷൻ ഇടുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ അകത്തിരിക്കുന്ന പുതിയവരും പഴയവരും പുതുതായിട്ട് ബിഗിനേഴ്സ് വന്നവരും അവരൊക്കെ മിക്കവാറും ഈ ബിഗിനേഴ്സായിട്ട് പുതുതായിട്ട് വന്നവർ ചാടിക്കയറിയത് വാങ്ങും. ഇദ്ദേഹം 1 രൂപയ്ക്ക് വാങ്ങിച്ചത് ഒരു 4-5 ദിവസം അപ്പർ സർക്യൂട്ടിലാകും. ഇദ്ദേഹം അതൊരു 1.5 രൂപയ്ക്കോ 2 രൂപയ്ക്കോ ഒക്കെ ചിലപ്പോൾ അതിൻ്റെ അകത്ത് എക്സിറ്റ് ആകും. അത് കഴിഞ്ഞിട്ട് ഈ വാങ്ങിച്ചവർ എക്സിറ്റ് ആകാൻ നോക്കുമ്പോഴത്തേനും അത് കണ്ടിന്യൂസ് ലോവർ സർക്യൂട്ടിലാകും. അപ്പോൾ അദ്ദേഹം പുതിയൊരു പ്രഖ്യാപനം നടന്നു. ഇത് ഞാനൊരു എക്സ്പെരിമെൻറ്റിന് വേണ്ടി തന്നതാണ്, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി. പെനി സ്റ്റോക്കുകളിൽ നിങ്ങൾ തലയിട്ടാൽ ഇതാണ് സംഭവിക്കുക. കറക്റ്റ് ടൈമിൽ എക്സിറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ഇത് പമ്പ് ആൻഡ് ഡംപ് പോലെ ഇതേപോലെ നടക്കും. ഈ പമ്പ് ആൻഡ് ഡംപ് ആത്യന്തികമായി നടത്തിയത് അദ്ദേഹം തന്നെയാണെന്നുള്ളത് പാവപ്പെട്ടതിൻ്റെ അത് ജോയിൻ ചെയ്തവർക്ക് മനസ്സിലാകില്ല. ഇതുപോലെയായിരുന്നു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു ഡയമെൻഷൻ കുറച്ചൊന്നും മാറി. കുറേ പേർക്ക് ഓപ്ഷൻസ് ഇഷ്ടപ്പെടാൻ തുടങ്ങിക്കഴിയുമ്പം പെനി സ്റ്റോക്കിൻ്റെ ഈ പറഞ്ഞ പോലെ കെണികളും കഥകളും കണ്ടമാനം വീഡിയോകളൊക്കെ യൂട്യൂബിൻ്റെ അകത്ത് വരാൻ പറയും. പെനി സ്റ്റോക്ക് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ പലരും ഇതെന്തോ തട്ടിപ്പ് കമ്പനിയാണെന്ന രീതിയിലാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തട്ടിപ്പുകാരുടെ അവരുടെ തലങ്ങൾ മാറ്റി പുതിയൊരു തലങ്ങളിലേക്ക് വെച്ചു പിടിച്ചു. അങ്ങനെയാണ് ഇല്ലിക്വിഡ് ഓപ്ഷൻസിലേക്ക് മാറുന്നത്. പെനി സ്റ്റോക്കുകൾ എന്തുകൊണ്ട് കുഞ്ഞൻ പെനി സ്റ്റോക്കുകൾ എന്തുകൊണ്ട് ഈ തട്ടിപ്പുകാരൊക്കെ പമ്പ് ആൻഡ് ഡംപിനെ തിരഞ്ഞെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വോള്യൂം ട്രേഡ് നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ TCSോ വിപ്രോയൊക്കെ ആണെങ്കിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ട്രേഡ് നടക്കും. ഈ പറഞ്ഞതുപോലെ നമ്മൾ ഒരു 10 ലക്ഷം രൂപയോ 40 ലക്ഷം രൂപയോ കൊണ്ടൊന്നും ചെന്നിട്ട് അതിൻ്റെ പ്രൈസൊന്നും മാനിപ്പുലേറ്റ് ചെയ്യാനാവില്ല. പക്ഷേ പെനി സ്റ്റോക്കുകൾ
ചില പെനി സ്റ്റോക്കുകളിലൊക്കെ 10,000 രൂപയുടെ താഴെ ട്രേഡ് നടക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു 50,000 രൂപ കൊണ്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പെനി സ്റ്റോക്ക് അപ്പർ സെക്യൂരിറ്റിയിൽ എത്തിക്കാനും ലോവർ സെക്യൂരിറ്റിയിൽ എത്തിക്കാനും ഒക്കെ കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് പെനി സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ കാര്യമായി ട്രേഡും വോള്യൂം ഒന്നും ഇല്ലാത്തതാണ് ഇല്ലിക്വിഡ് ഓപ്ഷൻസ്. കാര്യമായി ഓപ്പൺ ഇൻട്രസ്റ്റ് ഇല്ലാത്തത്, അഥവാ തീരെ തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഇതുപോലെയൊക്കെ ഉള്ളത് ചില സ്ട്രൈക്കുകൾ. ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഡെൽറ്റ കോർപ്പിൻ്റെ 217 രൂപയുടെ പുട്ട് ഓപ്ഷൻ ഓപ്പൺ ഇൻട്രസ്റ്റ് 0 എന്നാണ് കാണിക്കുന്നത്. അവിടെ കോൺട്രാക്ട്സ് ഒന്നും ജനറേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ഇൻട്രസ്റ്റ് വളരെ കുറഞ്ഞ ഇല്ലിക്വിഡ്, അതായത് വിൽപ്പനയോ വാങ്ങലോ കാര്യമായിട്ട് നടക്കാത്ത ചില സ്ട്രൈക്കുകൾ കണ്ടുപിടിക്കുന്നു. ആ സ്ട്രൈക്ക് ഈ പറഞ്ഞ ടെലിഗ്രാം ചാനലൊക്കെ നടത്തുന്നവർ ആദ്യമേ തന്നെ വാങ്ങിച്ച് ചിലപ്പം മോശമില്ലാത്ത ചുരുങ്ങിയൊരു വിലയ്ക്ക് വാങ്ങിക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ ഒരു ബൈ റെക്കമെൻഡേഷൻ ഗ്രൂപ്പിലിടുന്നു. ഗ്രൂപ്പിലുള്ള എല്ലാവരും ഓടിപ്പോയി കിട്ടുന്ന വിലയ്ക്ക് വാങ്ങിക്കുന്നു. ഇത് 2 രൂപയുടെയൊക്കെ സ്ട്രൈക്ക് ഒരു പ്രീമിയം ഒക്കെ ഇരിക്കുന്നത് കുത്തനെ കൂടി 10 രൂപയും 15 രൂപയായിട്ട് മാറുന്നു. കാരണം ഇല്ലിക്വിഡ് ആയിട്ടുള്ള സ്ട്രൈക്കുകളും ഓപ്ഷൻസും ഒക്കെ ആയതുകൊണ്ട് അതിൻ്റെ ആസ്ക് ബിഡ് ഗ്യാപ്പ് വളരെ അധികമായിരിക്കും. അപ്പോൾ ഇതൊന്നും അറിയാണ്ട് ചെന്ന് ചാടുന്നവർ അത് വാങ്ങിക്കുന്നു വലിയ ഉയർന്ന വിലയ്ക്ക്, അതിനുശേഷം അത് താഴേക്ക് വരാൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ റെക്കമെൻഡേഷൻ കൊടുത്ത ആൾ തന്നെ സ്റ്റോപ്പ് ലോസ് ഒക്കെ ചിലപ്പോൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാകാം. ഈ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഹിറ്റ് ചെയ്യുന്നു, നാട്ടുകാരുടെ പണം പോകുന്നു. മുകളിലേക്ക് പോയ സമയത്ത് റെക്കമെൻഡേഷൻ കൊടുത്ത ടെലഗ്രാം മുതലാളി അതിൻ്റെ അകത്ത് നിന്ന് എക്സിറ്റ് ചെയ്യുന്നു, 4 ഇരട്ടിയും 5 ഇരട്ടിയും ലാഭം നേടി. ഇതാണ് മറ്റൊരു തരത്തിലുള്ള ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഫ്രോഡ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചോദ്യം, നമ്മൾ ഇതിൻ്റെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഓപ്ഷൻസിനകത്തൊക്കെയാണ് നിങ്ങൾ ഇതേപോലത്തെ സ്റ്റോക്കുകളും അല്ലെങ്കിൽ അതിൻ്റെ റെക്കമെൻഡേഷനൊക്കെ തരുന്നതെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, നിങ്ങൾ വിൽക്കാനും വാങ്ങിക്കാനും വളരെയധികം നടക്കുന്ന ഓപ്ഷൻ സ്ട്രൈക്കുകൾ മാത്രം നിങ്ങൾ നോക്കുക. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഒരു റൂൾ ഓഫ് തമ്പ് പോലെ പറയുകയാണെങ്കിൽ, ഒന്ന് അറ്റ് ദ മണിയും ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻസ് നിഫ്റ്റിയുടെ, അതും ഈ പറഞ്ഞ പോലെ തൊട്ട് വരുന്ന ആഴ്ചയും അല്ലെങ്കിൽ ആ ഒരു മാസത്തെയും. രണ്ടാമത്തത് അറ്റ് ദ മണിയും ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻസ്, ഫാർ ഔട്ട് ഓഫ് ദ മണി അല്ല ഔട്ട് ഓഫ് ദ മണി ഓപ്ഷൻസ് ബാങ്ക് നിഫ്റ്റിയുടെ, അതും ഈ പറഞ്ഞതുപോലെ വരുന്ന ആഴ്ചയിലെയും അല്ലെങ്കിൽ ഈ മന്ത്ലി സ്ട്രൈക്കുള്ളത്. പിന്നെ ഉള്ളത് നമ്മുടെ സ്റ്റോക്കിൻ്റെ ആണ്. അപ്പോൾ സ്റ്റോക്കിൻ്റെ ഓപ്ഷൻസ് ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മിക്ക സ്റ്റോക്കുകളുടെ ഓപ്ഷൻസ് ഇല്ലിക്വിഡ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ലിക്വിഡായിട്ടും കുറച്ച് ട്രേഡൊക്കെ നടക്കുന്നത് ഏതൊക്കെ സ്റ്റോക്കുകളുടെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഡെക്സിലുള്ള നിഫ്റ്റി 50യിലുള്ള മിക്ക സ്റ്റോക്കുകളുടെയും മിക്കവാറും മോശമില്ലാത്ത വോള്യത്തിൻ്റെ അകത്ത് മിക്ക ഓപ്ഷൻ്റെ സ്ട്രൈക്കുകളിലും നടക്കുന്നുണ്ടാകാം. അപ്പോൾ അതേപോലെ നിങ്ങൾ ഓപ്പൺ ഇൻട്രസ്റ്റ് എടുത്ത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ കൺഫേം ചെയ്യുക. അപ്പോൾ TCSൻ്റെയും ഇൻഫോസിൻ്റെയും റിലയൻസിൻ്റെയും ഒക്കെ ആണെങ്കിൽ മോശമില്ലാതെ ലിക്വിഡാണ്, അത് മോശമില്ലാത്ത ട്രേഡുകൾ നടക്കുന്നുണ്ടാകാം ഏകദേശം അടുത്തുള്ള എല്ലാ സ്ട്രൈക്കിലും, നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയൊക്കെ പോലെ. പക്ഷേ മറ്റുള്ള കമ്പനികളുടെയൊക്കെ ഞാൻ നേരത്തെ കാണിച്ചുള്ള ഡെൽറ്റ കോർപ്പിൻ്റെ അങ്ങനെയൊക്കെ ഉള്ള പല കമ്പനി, ഇന്ത്യ ഹോട്ടൽസിൻ്റെ ഒക്കെ ആണെങ്കിൽ അതേപോലെ നടക്കുന്നുണ്ടാകില്ല. നിങ്ങൾ അതിൻ്റെ അകത്ത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ബുദ്ധിമുട്ടും, വളരെയധികം മാനിപ്പുലേഷന് സ്കോപ്പുകളുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം നിങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ പ്രധാനമായും ഈ ഒരു 3 കണ്ടീഷൻസ് നിങ്ങൾ നോക്കുക. മറ്റാര്, എത്ര വിശ്വസിക്കാവുന്നവർ എന്ത് ടിപ്സ് തന്നു കഴിഞ്ഞാലും പണം പോകാൻ സാധ്യതയുണ്ട് എന്നതിനാൽ ആ ടിപ്പ് നിങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു അധ്യായം അവസാനിക്കുകയാണ്. മറ്റൊരു തരത്തിൽ നമുക്ക് മറ്റൊരു തട്ടിപ്പുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.